Good evening, dear students. Today we will be dealing with the topic mutual fund. What do you mean by mutual fund? Mutual fund is actually a common pool of funds contributed by investors and invested in accordance to the objectives. ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഫണ്ട് കോൺട്രിബ്യൂഷൻസ് കളക്ട് ചെയ്ത് ഒരു കോമൺ പൂൾ ഓഫ് മണി ആക്കി അത് ഏതെങ്കിലും പെർട്ടിക്കുലർ സെക്യൂരിറ്റീസ് വാങ്ങുന്നതിനോ കാര്യങ്ങൾക്കോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. സാധാരണഗതിക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരാൾ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർസ് വാങ്ങുന്നു അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് വാങ്ങുന്നു, ആ രീതിയിലാണ്. അതേസമയം മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെയല്ല. മ്യൂച്വൽ ഫണ്ടിൽ നമ്മളൊരു പെർട്ടിക്കുലർ പൈസ, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ആ എക്സ് എന്ന് പറയുന്ന ആൾ 1000 രൂപ മ്യൂച്വൽ ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. വൈ എന്ന് പറയുന്ന വേറൊരാൾ 2000 രൂപ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇതേപോലെ ആയിരക്കണക്കിന് ആൾക്കാർ അവരവരുടെ എമൗണ്ട്സ് മ്യൂച്വൽ ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. വാട്ട് ദ മ്യൂച്വൽ ഫണ്ട് ഇസ് ഡൂയിങ് ഇസ്, ഈ കിട്ടിയേക്കുന്ന പൂൾ ഓഫ് മണിയിൽ ഇവർ കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്നും, കുറേ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഒരു പൂൾ ഓഫ് മണി അക്വയർ ചെയ്യുവാണ്. ഈ അക്വയർ ചെയ്ത് വെച്ചേൽക്കുന്ന പൂൾ ഓഫ് മണി അവർ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ അസറ്റോ ഷെയറോ സെക്യൂരിറ്റിയോ വാങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. Investments are held in a trust of which the investors alone are the joint beneficial owners. ഇവിടുത്തെ ട്രസ്റ്റീസ് ഓവർസീ ദ മാനേജ്മെൻറ്റ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ. ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ ഉണ്ടായിരിക്കും. ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ ആയിരിക്കും അവിടുത്തെ ട്രസ്റ്റീസിൻ്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. Let us have a look into the structure of mutual fund. See this. ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ടിലോട്ട് പൈസ ഇടുന്നു. അതുകൂടാതെ ഒരു ടോപ്പ് ലെവൽസിൽ സ്പോൺസേഴ്സിനെയും ട്രസ്റ്റീസിനെയും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ദെൻ ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറയുന്നത് രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻസീസ് ആയിട്ട് ലിങ്ക്ഡ് ആണ്. ഈ AMC അഥവാ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഫണ്ട് അക്കൗണ്ടൻസുമായിട്ട് ലിങ്ക്ഡ് ആണ്, ബാങ്കേഴ്സായിട്ട് ലിങ്ക്ഡ് ആണ്, ഏജൻറ്റ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് ലിങ്ക്ഡ് ആണ്. അതേപോലെ ഈ ട്രസ്റ്റീസിന് ഒരു കസ്റ്റോഡിയൻ കൂടെ ഉണ്ടാവും. കസ്റ്റോഡിയൻ മീൻസ് ദ പേഴ്സൺ ഹൂ ഈസ് ഹാൻഡ്ലിങ് ദിസ് എമൗണ്ട് വിച്ച് വാസ് കളക്റ്റഡ് ബൈ ദി ഇൻവെസ്റ്റേഴ്സ്. അതിനെയാണ് കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ആൻ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി? ഈ നമ്മൾ AMC എന്ന് പറഞ്ഞത് എന്താണ് എന്ന് നോക്കാം. AMCയുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ ഓഫ് ദി മ്യൂച്വൽ ഫണ്ട്. ഈ പറയുന്ന AMCയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ ഉണ്ടായിരിക്കും. ആ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ ആയിരിക്കും അവിടുത്തെ ഫണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഹി ഓർ ഷീ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ ട്രസ്റ്റീസ് വിത്ത് സെബി അപ്രൂവൽ. സെബി അപ്രൂവലിനോട് കൂടി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവലോട് കൂടി ട്രസ്റ്റീസ് തന്നെയായിരിക്കും ഈ പറയുന്ന AMCയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദ ട്രസ്റ്റീസ് ആൻഡ് ദ AMC എൻ്റർ ഇൻ ടു ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എഗ്രിമെൻറ്റ്. ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ അവർ എൻ്റർ ചെയ്യുന്നുണ്ടാവാം. Then the required to invest seed capital of 1% of amount raised subject to a maximum of rupees 50 lakh in all open-ended schemes. ഏതെങ്കിലും ഓപ്പൺ-എൻഡഡ് സ്കീംസ് ആണെങ്കിൽ സീഡ് ക്യാപിറ്റലിന് വേണ്ടി മിനിമം 1% ആണ് സ്പെൻഡ് ചെയ്യേണ്ടത്. ബട്ട് അതിൻ്റെ മാക്സിമം എമൗണ്ട് 50 lakhs മാത്രമാണ് പറ്റുക. Then it should have a net worth of at least rupees 50 crore at all times. എപ്പോഴും മിനിമം 50 കോടി രൂപയുടെ നെറ്റ് വർത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആൻഡ് അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ഓഫ് എൻ AMC ഹാവ് ടു ബി ഇൻഡിപെൻഡൻറ്റ്. ഡിപെൻഡൻ്റ് ആയിരിക്കരുത്, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് 50% മെമ്പേഴ്സ് എങ്കിലും. നെക്സ്റ്റ് പോയിന്റ് ഇസ് AMC ഓഫ് വൺ മ്യൂച്വൽ ഫണ്ട് കനോട്ട് ബി ആൻ AMC ഓർ ട്രസ്റ്റി ഓഫ് അനദർ ഫണ്ട്. ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടിലെ AMC എന്ന് പറയുന്നത് വേറൊരു ട്രസ്റ്റിയുടെ അല്ലെങ്കിൽ വേറൊരു ഫണ്ടിലെ വേറൊരു ട്രസ്റ്റിയോ AMCയോ ആയിട്ട് ആക്ട് ചെയ്യാൻ പാടില്ല. ആൻഡ് ദ ഫൈനൽ പോയിന്റ് ഇസ് AMCs cannot engage in any business other than that of financial advisory and investment management. ഈ പറയുന്ന AMCക്ക് വേറെ ബിസിനസ്സുകളിലൊന്നും എൻ്റർ ചെയ്യാൻ പാടില്ല. അവരാകെ ചെയ്യാവുന്ന 2 കാര്യങ്ങളെ, one is they can act as financial advisory or they can act as investment management. ഈ 2 കാര്യങ്ങൾ മാത്രമേ AMCസിന് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. Now let us see how does a mutual fund work. ഒരു മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ആ ഒരു ഡയഗ്രാം നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാവും.
ദർ ആർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം എക്സാമ്പിൾ പറഞ്ഞ പോലെ എക്സ് വൈ ഇസഡ് എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരുണ്ടാവാം. ദർ വിൽ ബി ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അവർ പല എമൗണ്ട്സ് എന്ത് ചെയ്യുന്നു, ഫണ്ട് മാനേജറിന് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ദ മണി ഈസ് പൂൾഡ് ഫ്രം ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ ടു ഫണ്ട് മാനേജർ. ദെൻ ഈ ഫണ്ട് മാനേജർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ദ ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ഇറ്റ് ഇൻ സ്റ്റോക്സ് ഓർ സെക്യൂരിറ്റീസ് ആഫ്റ്റർ കീൻ ഒബ്സർവേഷൻസ് ആൻഡ് സ്റ്റഡി. ഫണ്ട് മാനേജർ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ട് ഏത് സ്റ്റോക്സ് വാങ്ങണം, അല്ലെങ്കിൽ ഏത് സെക്യൂരിറ്റീസ് വാങ്ങണം, എവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ച് ഈ കളക്ട് ചെയ്ത പൂൾ ഓഫ് മണി എവിടെയെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ദെൻ it will helps to generate the returns which is delivered to the investors. ഈ സ്റ്റോക്കിലോ സെക്യൂരിറ്റീസിലോ ഇട്ടിട്ട് നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ ഇൻകം, ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന ഇൻകം അഥവാ റിട്ടേൺസ് ഓരോ ഇൻവെസ്റ്റേഴ്സും എത്രയാണോ നിക്ഷേപിച്ചേക്കുന്നത് അതിൻ്റെ ഒരു റേഷ്യോയിൽ തിരിച്ച് ഡെലിവർ ചെയ്യുന്നു. ഇതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫുൾ പ്രോസസ്സ്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ, ഈ ഫുൾ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതിന് ഒരു പെർട്ടിക്കുലർ പേഴ്സൻറ്റേജ് കമ്മീഷനായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അതാണ് അവരുടെ റവന്യൂ എന്ന് പറയുന്നത്. നൗ ക്ലാസിഫിക്കേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്. Mutual fund can be classified mainly based on 3 categories. First one is based on structure. Based on structure, there are 3 kinds of mutual funds, which is open-ended funds, closed-ended funds, as well as interval funds. And the second classification is based on investment objective. Based on this, it is again subclassified into 3 types. First one is debt funds, second is equity funds, and third one is hybrid funds. Then the third classification is based on investment style, that is passive funds as well as active funds. Let us see it in detail. The first kind of classification was based on structure, and the first one is open-ended funds. The peculiarity of open-funded funds is no fixed maturity date is there. They accept continuous sale and repurchase request. The transactions are NAV based. NAV means net asset value based. Then the unit capital is not at all fixed. It can be variable. That is open-ended. ഓപ്പൺ-എൻഡഡ് എന്ന് പറയുമ്പോൾ ഈ പറയുന്നതൊക്കെ ക്യാപിറ്റൽ, യൂണിറ്റ് ക്യാപിറ്റൽ ഒന്നും ഫിക്സ്ഡ് അല്ല, ഓപ്പൺ എന്ന രീതിയിലാണ്. ഒരു മിനിമം എമൗണ്ടോ മാക്സിമം എമൗണ്ടോ അങ്ങനെ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. മെച്യൂരിറ്റി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് മ്യൂച്വൽ ഫണ്ടിലോട്ട് എൻ്റർ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് ചെയ്യാം. അതിനെയാണ് ഓപ്പൺ-എൻഡഡ് എന്ന് പറയുന്നത്. ദെൻ ദ സെക്കൻഡ് ഇസ് ക്ലോസ്ഡ്-എൻഡഡ്. Closed-ended, as the term indicates, it is somewhat closed types because രണ്ടറ്റത്തും എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായിരിക്കും. ലൈക്ക് ഒന്നെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഒരു സ്പെസിഫിക് പീരീഡിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ യൂണിറ്റ് ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആയിരിക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫ്രീഡം ഒന്നും ഇവിടെ കിട്ടത്തില്ല. ദേ ആർ ഓഫേർഡ് ഇൻ എൻ NFO ബട്ട് ആർ ക്ലോസ് ഫോർ ഫർദർ പർച്ചേസസ് ആഫ്റ്റർ NFO. ഓക്കെ, പൊതുവേ ഈ ക്ലോസ്ഡ് എൻഡഡ് ഫണ്ട്സ് എന്ന് പറയുന്നത് NFO എന്ന് വെച്ചാൽ ന്യൂ ഫണ്ട് ഓപ്പണിങ്സ്, അവിടെയായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് കാറ്റഗറി ബേസ്ഡ് ഓൺ സ്ട്രക്ചർ ഇസ് ഇൻ്റർവൽ ഫണ്ട്സ്. ഇൻ്റർവൽ ഫണ്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി വൺ കൈൻഡ് ഓഫ് വേരിയൻറ്റ് ഓഫ് ദ ക്ലോസ്ഡ് എൻഡഡ് ഫണ്ട്സ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്ലോസ്ഡ് എൻഡഡ് ഫണ്ട്സിൻ്റെ തന്നെ ഒരു വേരിയേഷൻ ആണല്ലോ, ഒരു വേരിയൻ്റ് ആണ് ഇൻ്റർവൽ ഫണ്ട് എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ബിക്കംസ് ഓപ്പൺ-എൻഡഡ് അറ്റ് സ്പെസിഫിക് ഇൻ്റർവൽസ് ആൻഡ് ഇറ്റ് ഹാവ് ടു ബി മാൻഡേറ്ററിലി ലിസ്റ്റഡ്. മാൻഡേറ്ററി ആയിട്ട് ഇത് ലിസ്റ്റ് ചെയ്ത് പെട്ടിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ മാത്രം ഓപ്പൺ-എൻഡഡ് ആണെന്ന് പറയാം. ബട്ട് കണ്ടിന്യൂസ് നോക്കിയാൽ ഇത് ക്ലോസ്ഡ് തന്നെയാണ്. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് മൂന്നായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഡെപ്റ്റ് ഫണ്ട്, ഇക്വിറ്റി ഫണ്ട് ആസ് വെൽ ആസ് ഹൈബ്രിഡ് ഫണ്ട്. ആദ്യത്തേത് ഡെപ്റ്റ് ഫണ്ട്. Debt fund actually aim to provide regular income to its investors, and they usually invest in short and long-term debt instruments. ലോങ് ടേമോ ഷോർട്ട് ടേമോ ആയിട്ടുള്ള ഡെപ്റ്റ് ഇൻസ്ട്രുമെൻസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൂടാതെ ഒരു റെഗുലർ ഇൻകം കിട്ടാൻ സീക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഡെപ്റ്റ് ഫണ്ട്സ് ചൂസ് ചെയ്യുക. ദെൻ ദ സെക്കൻഡ് കാറ്റഗറി ഈസ് ഇക്വിറ്റി ഫണ്ട്സ്. ആസ് ദ ടേം ഇൻഡിക്കേറ്റ്സ്,
they invest in equity securities and they aim to provide growth and capital appreciation over long time. ഒരു ലോങ് ടൈമിൽ കൂടുതൽ ക്യാപിറ്റൽ അപ്രിഷ്യേറ്റ് ചെയ്ത് കിട്ടാൻ താല്പര്യപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ ഗ്രോത്തിന് താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് ഇക്വിറ്റി ഫണ്ട്സ് ചൂസ് ചെയ്യുന്നത്. തേർഡ് കാറ്റഗറി ഈസ് ഹൈബ്രിഡ് ഫണ്ട്സ്. Hybrid funds is nothing but a combination of the debt funds as well as equity ഫണ്ട്സ്. ഈ പറഞ്ഞ ഡെപ്റ്റ് സെക്യൂരിറ്റി അഥവാ ഇക്വിറ്റി സെക്യൂരിറ്റീസിൻ്റെ ഒരു കോമ്പിനേഷനെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡ് ഫണ്ട്. ഹൈബ്രിഡ് എന്ന ടേമിൻ്റെ മീനിങ് തന്നെ അതാണല്ലോ, മിക്സ്ഡ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് മേ ബി വേരിയിങ്. 50% അങ്ങനെയൊന്നുമില്ല, അത് പല രീതിയിലും വേരി ചെയ്യും. ഹൈബ്രിഡ് ഫണ്ട്സ് ചിലപ്പോൾ 40:60 ആവാം, അല്ലെങ്കിൽ 30:70 ആകാം, ഈവൻ 50:50 ആകാം. സോ ഹൈബ്രിഡ് ഫണ്ട്സിൻ്റെ ആ പറയുന്ന ഒരു റേഷ്യോ ഒരേപോലെ ആകണമെന്ന് നിർബന്ധമില്ല. ഇറ്റ് മേ വേരി അക്കോർഡിംഗ്ലി. And the major objective of the hybrid funds is to provide for both income and capital appreciation. റെഗുലർ ആയിട്ടൊരു ഇൻകം കിട്ടണം, അത് കൂടാതെ ക്യാപിറ്റൽ അപ്രിഷിയേഷനും ഉണ്ടാവണം എന്നുള്ളതാണ് ഹൈബ്രിഡ് ഫണ്ട്സ് യൂസ് ചെയ്യുന്നവരുടെ ഒബ്ജക്റ്റീവ്. And the final category or final classification is based on investment style. രണ്ട് ടൈപ്സ് ആണുള്ളത്, പാസീവും ആക്റ്റീവും. Let us see the passive funds first. Passive funds means it replicate a market index. ഒരു മാർക്കറ്റ് ഇൻഡെക്സ് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ടൈപ്പാണ് പാസീവ് ഫണ്ട് എന്ന് പറയുന്നത്. നോ ആക്റ്റീവ് സെലക്ഷൻ ഓഫ് എനി സ്റ്റോക്ക് ഓർ സെക്ടർ ഇസ് നീഡഡ്. ദെൻ ദ എക്സ്പെൻസസ് ആർ റിയലി ലോവർ. ദ പോർട്ട്ഫോളിയോ മേ ബി മോഡിഫൈഡ് എവറി ടൈം index composition changes. Then they invest in same securities and in same proportion as that of index. ആ ഒരു ടൈപ്പിനെയാണ് പാസീവ് ഫണ്ട്സ് എന്ന് പറയുന്നത്. ഒട്ടും ആക്റ്റീവ് അല്ല, എപ്പോഴും ഓരോന്നും ചെയ്യാനൊന്നുമില്ല, ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ആ ടൈപ്പാണ് പാസീവ് എന്ന് പറയുന്നത്. അതേസമയം ആക്റ്റീവ് ഫണ്ട്സ് എന്ന് പറയുന്നത് they invest in securities and sectors that may offer a better return than the index. ഇൻഡെക്സിനേക്കാളും ബെറ്റർ ആയിട്ട് തോന്നുന്നത്, അല്ലെ ബെറ്റർ ഓഫർ കിട്ടുന്നിടത്തായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. They actively manage the allocation to market securities and cash, and they may perform better or worse than the market index, and it incur a higher cost than passive funds. നമ്മുടെ പാസീവ് ഫണ്ട്സിനേക്കാളും കൂടുതൽ കോസ്റ്റ് മിക്കവാറും ആവുന്നത് ആക്റ്റീവ് ഫണ്ട്സിനാണ്, പക്ഷെ അതിനനുസരിച്ച് റിട്ടേൺ കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. ആക്റ്റീവ് ഫണ്ട്സ് ആണെങ്കിൽ എപ്പോഴും നമ്മൾ നോക്കി വീണ്ടും വീണ്ടും റീ അലോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ, so that's all for today's class. Thank you.